കായലോട് പറമ്പായിൽ ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺസുഹൃത്ത് പോലീസിന് മുന്നിൽ ഹാജരായി മൊഴി നൽകി. ആൾക്കൂട്ട വിചാരണയും മർദ്ദനവും നേരിട്ടെന്നാണ് റസീനയുടെ സുഹൃത്തായ മയിൽ സ്വദേശി റഹീസ് പിണറായി പോലീസ് സ്റ്റേഷനിലെത്തി നൽകിയ മൊഴിയിൽ പറയുന്നത്. റസീനയുടെ കുടുംബം ആരോപിക്കുന്നതുപോലെ റസീനയുമായി തനിക്ക് സാമ്പത്തിക ഇടപാടില്ലെന്നാണ് യുവാവ് നൽകിയ മൊഴിയിലുള്ളത്. റസീനയുമായി 3.5 വർഷത്തെ പരിചയമുണ്ട്. റസീനയിൽ നിന്നും പണം വാങ്ങുകയോ അവരെ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. റസീനയുമായി സംസാരിക്കുമ്പോൾ 3 പേരെത്തി തന്നെ ബലമായി പിടിച്ചുകൊണ്ടു പോവുകയായിരുന്നു. മണിക്കൂറുകളോളം ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനാക്കി. മർദ്ദനം ഏൽക്കേണ്ടി വന്നു. ഫോണും ലാപ്പും പ്രതികൾ പിടിച്ചെടുത്തു തുടങ്ങിയ വിവരങ്ങളാണ് റഹീസ് നൽകിയത്. ഇക്കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഉള്ളതെന്ന് പോലീസ് പറയുന്നു. റഹീസിന്റെ പരാതിയുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിലും കേസെടുക്കുമെന്ന് പോലീസ് പറയുന്നു. ശനിയാഴ്ച പുലർച്ചെയാണ് മയിൽ സ്വദേശി റഹീസ് പിണറായി പോലീസ് സ്റ്റേഷനിലെത്തിയത്. ഇയാളുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കായലോട് പറമ്പായിലെ റസീനയാണ് ആത്മഹത്യ ചെയ്തത്. ഇതിനിടയാക്കിയത് ആൾക്കൂട്ട വിചാരണ തന്നെയെന്ന് പോലീസ് വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് സുഹൃത്ത് പോലീസിന് മുന്നിൽ ഹാജരായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് യുവതിയുടെ ബന്ധുക്കളിൽ നിന്നടക്കം വ്യത്യസ്ത ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ സുഹൃത്തിന്റെ മൊഴി നിർണായകമാകും. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള 100% വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ITI. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4.5 പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം. കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് NCVT സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ITI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, KGCE ഈവനിംഗ് ബാച്ചുകൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 50% ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.